നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് വ്യാപനം ശക്തമായതോടെയാണ് പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ വന്ദേ ഭാരത് മിഷൻ ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ പല വിവാദങ്ങളും തലപൊക്കുകയും ചെയ്തു. നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് ആശ്വാസമായി വന്ദേ ഭാരത് മിഷന്റെ 4ാം ഘട്ട വിമാനങ്ങളുടെ ഷെഡ്യൂൾ എത്തിയെങ്കിലും ആശങ്ക ഇപ്പോഴും ബാക്കിയാണ്. റിയാദ്, ജിദ്ദ, ദമാം എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലെ വിമാനത്താവളങ്ങളിലേക്ക് ജൂലൈ 3 മുതൽ 10 വരെയുള്ള നിർദ്ദിഷ്ട 11 വിമാന സർവീസുകളിൽ സീറ്റ് ഉറപ്പിക്കാൻ എന്താണ് വഴി എന്ന് തലപുകയ്ക്കുകയാണ് ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്ത് നാടണയാൻ കാത്തിരിക്കുന്നവർ. ഈ വിമാനങ്ങളിലേക്കുള്ള ലിസ്റ്റിൽ ഇടം പിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നവരും നിരവധിയാണ്. അർഹതയുള്ളവർ തഴയപ്പെടുകയും അനർഹർ കയറിപ്പോകുകയും ചെയ്യുന്നു എന്ന ആരോപണം ഇപ്പോഴും പുകഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ ആശങ്ക. രോഗികളും വിസ തീർന്നവരും പ്രായാധിക്യമുള്ളവരും അടക്കം അത്യാവശ്യമായി നാട്ടിൽ പോകേണ്ടവർക്ക് അവരുടെ അർഹത തെളിവ് സഹിതം എംബസിയെ ബോധ്യപ്പെടുത്താനാവാത്തതാണ് നിലവിലെ പ്രശ്നം. അതിനായാൽ ലിസ്റ്റിൽ അർഹമായ മുൻഗണന നേടിയെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇവർ കരുതുന്നത്. ഗൂഗിൾ ഫോം ഉപയോഗിച്ചാണ് എംബസി രജിസ്ട്രേഷൻ നടത്തുന്നത്. ഇതിൽ യാത്രയുടെ കാരണം രേഖപ്പെടുത്താൻ കോളം നൽകിയിട്ടുണ്ടെങ്കിലും അപേക്ഷകൻ നേരിടുന്ന പ്രശ്നത്തിന്റെ ഗൗരവം അധികൃതരെ ബോധ്യപ്പെടുത്താൻ അവസരമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പരിചയക്കാരായ സാമൂഹിക പ്രവർത്തകർ വഴിയോ മറ്റോ എംബസി അധികൃതരെ ബോധിപ്പിക്കാൻ കഴിയുന്നവർക്ക് അവസരം എന്നാൽ ലഭിക്കുന്നുമുണ്ട്. സാമൂഹിക പ്രവർത്തകരെ പരിചയമില്ലാത്തവർ എന്ത് ചെയ്യണം എന്ന ചോദ്യമാണ് ഇതോടെ ഇവിടെ ഉയരുന്നത്. 4ാം ഘട്ട വിമാനങ്ങളുടെ ഷെഡ്യൂൾ പുറത്തു വന്ന ഉടൻ തന്നെ ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് പലരും മുന്നോട്ട് വന്നിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്തിട്ട് ഒരുപാട് നാളായെന്ന് അവരിൽ പലരും പറയുന്നുണ്ട്. രോഗബാധിതർ, വിസിറ്റ് വിസയുടെ കാലാവധി കഴിയാനടുത്തവർ, ജോലി നഷ്ടപ്പെട്ടവർ, ഫൈനൽ എക്സിറ്റിലുള്ളവർ, വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി പേർ ഇപ്പോഴും ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് അനന്തമായി കാത്തിരിക്കുകയാണ്. എംബസിയെ നേരിട്ട് സമീപിച്ച് അർഹത ബോധ്യപ്പെടുത്താനായാൽ തന്നെ കാര്യങ്ങളെല്ലാം എളുപ്പമാകുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു. യാത്രയ്ക്ക് തിരഞ്ഞെടുത്താൽ എയർ ഇന്ത്യ ടിക്കറ്റ് വാങ്ങലാണ് പിന്നെയുള്ള പ്രശ്നം. ഈ കൊടുംവേനലിൽ എയർ ഇന്ത്യ ഓഫീസുകൾക്ക് മുന്നിൽ ചെന്ന് 6-7 മണിക്കൂർ ക്യൂ നിൽക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയുന്നില്ലെന്ന് പലരും പറയുന്നു. വേനൽ കടുത്തിരിക്കുന്ന ഈ അവസരത്തിൽ അങ്ങനെ ഉണ്ടായാൽ അതിനപ്പുറം നരകയാത്ര വേറെ ഉണ്ടാകില്ലെന്നും അവർ ആശങ്കപ്പെടുന്നു. ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ഔസാഫ് സയ്യിദ് 2 ആഴ്ച മുൻപ് സാമൂഹിക പ്രവർത്തകരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇനി അത്തരം സാഹചര്യം ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകിയിരുന്നു. ഒരു സമയം 1-ൽ കൂടുതൽ വിമാനങ്ങളിലേക്കുള്ള ടിക്കറ്റ് വിതരണം നടത്തില്ലെന്നും അപ്പോൾ വലിയ ആൾത്തിരക്ക് ഉണ്ടാകില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അത്തരത്തിലൊരു നിർദ്ദേശം എയർ ഇന്ത്യക്ക് നൽകിയിട്ടുണ്ടെന്നും ഓൺലൈൻ ടിക്കറ്റിംഗ് സാധ്യത കൂടി പരിഗണിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അംബാസഡർ നൽകിയ ഉറപ്പിൽ വിശ്വസിക്കുകയാണ് ഇപ്പോൾ പ്രവാസികൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.